പ്ലസ് വണ്ണിൽ ട്യൂഷനൊക്കെ പോയാലേ അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചിലൊക്കെ പഠിച്ചാലേ നല്ല മാർക്ക് അല്ലെങ്കിൽ 90% അബോവ് കിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ പ്ലസ് വണ്ണൊക്കെ പഠിച്ചു തുടങ്ങിയപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, പറ്റുന്നത്രയും ലോജിക്കലി വളരെ റാഷണലി നമുക്ക് ടാക്കിൾ ചെയ്യാം. എക്സാമിനറിൻ്റെ ബാച്ചൊക്കെ ഉള്ളതുകൊണ്ട് അലക്സാർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുമോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ന്യൂട്രൽ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിക്കും. ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ആ ലെവലിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. ഓക്കെ, ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എടുത്ത് ചാടുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അതെങ്ങനെയാണ് ട്യൂഷൻ വേണോ അല്ലെ വേണ്ടിയോ അല്ലെ സ്കൂൾ മാത്രം മതിയോ എന്നുള്ള ആ ഡിസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ ശ്രമിക്കാം. ഫസ്റ്റ് കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് സിലബസ് കംപ്ലീഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ 10ാം ക്ലാസ് വരെ സ്കൂളിൽ സിലബസ് തീർക്കാനും എളുപ്പമാണ്. കാരണം കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, എല്ലാ ചാപ്റ്റേഴ്സും ചെറുതാണ്. പ്ലസ് വണ്ണിൽ അങ്ങനെയല്ല. പ്ലസ് വണ്ണിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ആ എല്ലാ ചാപ്റ്റേഴ്സും വലുതാണ്, വലിയ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ മനസ്സിലാവും, നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി, മിക്ക സ്കൂളുകളിലും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം സ്കൂളുകളിലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാറില്ല. അതല്ല എങ്കിൽ കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ അവസാനത്തെ ചാപ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഓടിച്ച് വിടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് എന്നിട്ട് സ്വന്തം പഠിക്കാൻ പറയും. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് പലപ്പോഴും ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ള, അങ്ങനെ ട്രെൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം. ഇനി ഇതിനെ ഞാൻ കുറ്റം പറയല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് സംഭവിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് വണ്ണിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. ഓക്കെ, കുറേ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പം നിങ്ങൾക്ക് മെല്ലെ മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും സ്കൂളിൽ സ്ലോ ആയിട്ട് എടുക്കും. അപ്പം മെല്ലെ ചാപ്റ്റേഴ്സ് പോകും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം തീരില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് വേഗം തീർക്കാൻ നോക്കും, അല്ലെങ്കിൽ തീരാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ പ്ലസ് വണ്ണും അതുപോലെ തന്നെ പ്ലസ് ടുവിലും ഉണ്ട്. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻ്റ് പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ട്യൂഷൻ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അത്ര വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആസ് സ്റ്റുഡൻറ്റ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതൊരു സീരിയസ് പ്രശ്നം തന്നെയാണ്. കാരണം അവസാനത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളെ അവസാനം ചിലപ്പോൾ ചതിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ആമ്പിൾ പ്രിപ്പറേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾ പോകുന്ന സ്കൂളിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സീനിയേഴ്സിനോട് ചോദിച്ചിട്ടൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആൻസർ എന്താണ്, സ്കൂളിൽ സിലബസ് തീർക്കാറില്ല എന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ. ആ സൊല്യൂഷൻ നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അത് ട്യൂഷൻ്റെ രൂപത്തിലാവും, എക്സാമിനറുടെ ബാച്ചിൻ്റെ രൂപത്തിലാവും. ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, എക്സാമിനറുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പേസിലായിരിക്കും പോവുക. ഓവർ നിങ്ങൾക്ക് വേണ്ടി സ്ലോ ആക്കാനും പോകുന്നില്ല, ഓവർ നിങ്ങൾ കഷ്ടപ്പെടുത്താനും പോകുന്നില്ല. അപ്രോപ്രിയേറ്റ് പേസിലായിരിക്കും പോവുക. അവസാനം നിങ്ങൾക്ക് റിവിഷനും കൂടി കിട്ടാനുള്ള സമയം ബാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ സിലബസ് തീർക്കാൻ പോകുന്നത്. അപ്പോൾ വേണ്ട പേസിലായിരിക്കും പോവുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി വരാം, പക്ഷേ ആ പേസിൽ പോയാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഓക്കെ, വളരെ ലോജിക്കലായിട്ട് എടുക്കണം, കാരണം നിങ്ങളുടെ ലൈഫ് വെച്ചുള്ള കളിയാണ്. ഫസ്റ്റ് കാര്യം അത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ സ്കൂളിൽ വെറുതെ ക്ലാസ് എടുക്കുക മാത്രമാണോ, അല്ലെങ്കിൽ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഒരു പക്ഷേ ഇപ്പോൾ ചെയ്യണമെന്നില്ല, ഇപ്പോൾ കറൻ്റ്ലി അക്കാഡമിക് ഇയർ ഓൺഗോയിങ് ആവുമ്പോൾ ചെയ്യണമെന്നില്ല. പക്ഷേ അവസാനത്തേക്കൊക്കെ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമോ, അല്ല അതൊക്കെ ചെയ്തു തരുമോ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ഓൾറെഡി ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം പലരും ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, പഠിപ്പിക്കും നന്നായിട്ട്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, പക്ഷേ എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ പോയി പഠിച്ചോളാൻ പറയും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ഫ്രീഡവും തരും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നല്ല കുട്ടികൾ, നന്നായിട്ട് ഓൾറെഡി പഠിക്കുന്ന, നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ എല്ലാവർക്കും അറിയാം, അവർ അത് പഠിച്ചെടുത്തോളും. പക്ഷേ ഒരു ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ചിലപ്പം അതുവരെ പഠിപ്പിച്ച് മാത്രമല്ലേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല, അതിന് ആൻസർ നോക്കി മനസ്സിലാവണ്ടേ. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോകുന്ന ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടോ, അതായത് എക്സാമിൻ്റെ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴോ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ, പ്രീവിയസ് ഇയർ അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എല്ലാവരും കണ്ടുപിടിക്കുക. അതില്ലെങ്കിൽ അത് ഒരു പ്രശ്നമായിരിക്കും, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അത് കാരണം എക്സാമിന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ളൂ, പ്ലസ് വൺ വളരെ ബ്രോഡാണ്. എന്നാൽ ക്വസ്റ്റ്യൻസ് വരിക കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെ എല്ലാം ഒരേ ലെവലിൽ ഒരേ
ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എക്സാം മോഡലുള്ള. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണോ എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ മാത്രം പോയി പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ സഹായം ഇല്ലാണ്ട് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ലൊരു തീരുമാനം. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സെൽഫ് മോട്ടിവേഷൻ ഉണ്ടോ? അവസാനം വരെ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടോ എന്നുള്ള നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ സ്വയം പഠിച്ചല്ലേ, അതായത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ധാരണ ഉണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ട്? നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. അത് അത്രത്തോളം ഇല്ല, അതായത് അവസാനമാകുമ്പോഴത്തേക്കും എൻ്റെ ഈ പഠിക്കാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴും ആ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഒന്നും ഇല്ല, ഞാൻ ഡെയിലി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ യു വിൽ നീഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടി വരും. അത് നിങ്ങൾ എവിടെ വെച്ചാൽ ഞാൻ എക്സാമിനറുടെ ബാച്ചിൽ വന്ന് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എവിടെയാണോ അപ്രോപ്രിയേറ്റ് എന്ന് തോന്നുന്നത്, എക്സാമിനറുടെ ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടുത്തെയും ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് ആയിക്കോട്ടെ, എവിടെയാണോ അപ്രോപ്രിയേറ്റ് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക, അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കാര്യം റിവിഷനാണ്. ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി എടുത്ത് പറയാനാണ്, നിങ്ങൾക്ക് റിവിഷന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനൊരു പ്രൊവിഷൻ വേണ്ടി വരും. അതായത് എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവസാനം എക്സാമിൻ്റെ ടൈമിലാകുമ്പോൾ റിവൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫിസിക്സൊക്കെ സംബന്ധിച്ചിടത്തോളം 14 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ അവസാനം വരെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് അതിൻ്റെ റിവിഷന് വേണ്ടി ഫെസിലിറ്റീസ് വേണ്ടി. അപ്പോൾ അത് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ടോ, ട്യൂഷൻ ക്ലാസ്സിൽ നടക്കുന്നുണ്ടോ എന്നുള്ളവരും കണ്ടുപിടിക്കുക. ഇനി അതേസമയം ഞാൻ സ്റ്റാർ ഇടാൻ കാരണം, ചിലവർക്ക് റിവിഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക്, നന്നായിട്ട് പഠിക്കുന്നവർക്ക്, നല്ല നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നവർക്ക് റിവിഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ജസ്റ്റ് സ്വന്തമായിട്ട് റിവൈസ് ചെയ്താൽ മതിയോ. പക്ഷേ അത് ചില കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഓൾറെഡി നന്നായിട്ട് പഠിക്കുന്ന, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ്റെ ആവശ്യമില്ല, ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് റിവൈസ് ചെയ്താലും നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും. പക്ഷേ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല. അതൊരു 10% അല്ലെങ്കിൽ 15% കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് 85% അല്ലെങ്കിൽ 90% സ്റ്റുഡൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് റിവിഷൻ്റെ ക്ലാസ് വേണ്ടി വരും. അവരെ ഓർമ്മിച്ച് കൊടുക്കേണ്ടി വരും എങ്ങനെ ചോദ്യങ്ങൾ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ട്യൂഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ അതും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കുക. ഓക്കെ. അതിനനുസരിച്ച് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. എനിവേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഉള്ളൊരു ലെവലിലേക്ക് നമ്മൾ മാറി. 10ാം ക്ലാസ്സിലല്ല ട്യൂഷന് പോകണം, മറ്റടുത്ത് പോകണം, ഫുൾ A+ കിട്ടണം എന്ന് പറയുന്ന രീതിയിലല്ല. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊരു ഡിസിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ എടുക്കുക. വേണ്ടിയ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഞാൻ തന്നു, അല്ലെ ക്രൈറ്റീരിയാസ് ഞാൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. എനിവേ അടിപൊളിയായിട്ട് പഠിക്കാനുള്ള എല്ലാ വിഷസും ഞാൻ നേരുന്നു. എക്സാമിനറിൻ്റെ ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് നമ്പർ കാണാം, ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന കാര്യം, ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഭയങ്കര അടിപൊളി ഒന്നാവില്ല. അതിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുക. അത് ബെനിഫിറ്റ് കിട്ടിയ ഇഷ്ടംപോലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ യൂട്യൂബിൽ ഡെയിലി കാണുന്നതാണ് നമ്മുടെ റിസൾട്ടുകൾ. ഓരോ വർഷത്തെയും ഫുൾ A+ഉം ഫുൾ മാർക്കും കിട്ടിയ കുട്ടികളുടെ റിസൾട്ടുകൾ അവരവിടെ എത്തിയത് ബാച്ചിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചാലും അത് ഉപയോഗിക്കാനുള്ള കാര്യം കൂടെ നിങ്ങൾ തീരുമാനിക്കണം. എന്നാലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഫുൾ മാർക്കും 95% ഒക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്.